ഗൈസ് ഞങ്ങളെ വാച്ചറെല്ലാം പോയി ഗൈസ്. യൂട്യൂബിൽ ചാനലുള്ളവർ ഒരു വർഷത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ കുത്തനെ കുറെ ഇതാണ് കാരണം. ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഫാമിലി വ്ളോഗ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഞങ്ങളെ ചാനലിനെ പറ്റിയിട്ട് പറയാനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ചാനലിൽ കുറച്ച് അബദ്ധങ്ങൾ പറ്റി, അപ്പൊ അതിനെ പറ്റിയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇത് പുതുതായിട്ട് ഞങ്ങളെ പോലെ ഒന്നും അറിയാതെ തുടങ്ങിയ പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരം വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായി. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്തൊക്കെ യൂട്യൂബിൽ സംഭവിച്ച് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഇത് പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരമാവുന്ന വിചാരിക്കും. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയവരാണ്. ഇവർ രണ്ടാളും നിർബന്ധത്തിലാണ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിരുന്നു തുടക്കത്തിലൊക്കെ ഇടല്. പിന്നെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. വീഡിയോ ഇട്ടത് തന്നെ പല കണ്ടന്റാണ്. ഒരു കണ്ടന്റിൽ ഞങ്ങൾ ഉറച്ചു നിന്നിട്ടില്ല. പല കണ്ടന്റ് ആയിരുന്നു. എന്നാലും ആ പല കണ്ടന്റ് ആണെങ്കിലും അന്നൊക്കെ ഞങ്ങൾക്ക് കേലൊക്കെ പോകലുണ്ടായിരുന്നു ചില വീഡിയോസ് ഒക്കെ. പിന്നെ തുടക്കത്തിലൊക്കെ എല്ലാവരും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് വീഡിയോസ് ഒക്കെ ഇടുണ്ടാവുക. ഞങ്ങളത് ആദ്യം ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോണായിരുന്നു. ഇപ്പൊ ഞങ്ങള് കുറച്ച് ക്ലാരിറ്റി ഉള്ള ഫോണ് വാങ്ങി. അത് വാങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല. ഈ അടുത്ത ചാനലിൽ ഞങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അബദ്ധത്തെ പറ്റിയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഒരു വർഷത്തിന്റെ ഉള്ളിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ തുടങ്ങിയ ടൈമിൽ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ 4000 വാച്ച് അവർ എന്നുള്ള സംഭവം ഞങ്ങൾ അറിയണത്. 1000 സബ്സ്ക്രൈബർ എന്നുള്ളത് അറിയായിരുന്നു, പക്ഷെ 4000 വാച്ച് അവർ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4000 വാച്ച് വരെ ഞങ്ങൾക്ക് എത്തി. വീഡിയോസ് ഒക്കെ നല്ല റീച്ചിൽ പോയിട്ടില്ലെങ്കിൽ, കെയിൽ പോയിട്ടില്ലെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ 4000 എത്തിയിട്ടില്ലെങ്കിൽ നേരെ അത് കുത്തനെ കീപ്പിട്ട് കുറയും എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വാച്ച് അവറൊക്കെ ഇപ്പോൾ ഇങ്ങനെ എന്നും ഇപ്പോൾ വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഓരോ ദിവസം ഇടവിട്ട് ഇടുന്നുണ്ടെങ്കിലും 30-20 ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം 30-20 വാച്ച് അവർ കുറഞ്ഞപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ 300ഓളം വാച്ച് അവർ കുറഞ്ഞു. ആ വാച്ച് അവർ ഉണ്ടാക്കി വരിക എന്നുള്ളത് എത്രത്തോളം പ്രയാസമെന്നുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അറിയായിരിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങളിപ്പോ ഇടുന്ന വീഡിയോസിനൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ടൈം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടായി കാണുമ്പോ. ഉണ്ടാക്കിയ വാച്ചർ കുറഞ്ഞപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീഡിയോസ് ഇടുന്നത് തന്നെ. അപ്പൊ അതിങ്ങനെ കുറയുമ്പോ ഉണ്ടാകുന്ന ഒരു സങ്കടം എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടാക്കാന്ന് വെച്ചാ ഭയങ്കര പണിയാണ്. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സിനും അറിയായിരിക്കും നമ്മള് ഈ വാച്ച് അവർ എങ്ങനെ ഉണ്ടാക്കി വരുന്നെന്നുള്ളത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും വാച്ച് അവർ ഉണ്ടാക്കണമെല്ലാം അറിയായിരിക്കും. പക്ഷെ ആ വാച്ച് അവറൊക്കെ കുത്തന്നെ കീപ്പെട്ട് വരുമ്പോൾ ഉണ്ടാവണ സങ്കടം എല്ലാ യൂട്യൂബേഴ്സിനും മനസ്സിലാക്കത്തില്. പിന്നെ ഞങ്ങൾക്കും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വരാനൊക്കെ നല്ല മടിയായിരുന്നു. ചേച്ചി നമുക്ക് ഇപ്പോഴാണ് ഇറങ്ങാൻ തുടങ്ങുന്നത്. ഞാൻ സച്ചിനായിരുന്നു ഫസ്റ്റിലെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നതും വീഡിയോ എടുത്തിരുന്നതൊക്കെ. ഇപ്പോഴാണ് ചേച്ചി അമ്മയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നെ വാച്ച് അവർ കൂട്ടാൻ ലൈവ് ഇട്ടാല് വാച്ച് അവർ കൂടുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞപ്പോഴാണ് അത് വാച്ച് അവർ എങ്ങനെ കൂട്ടാന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ലൈവ് ഇട്ടാല് വാച്ച് അവർ നമുക്ക് കുറെ വീഡിയോ ഇടണായിട്ടും കൂടുതൽ വാച്ച് അവർ ലൈവിലൂടെ കിട്ടും എന്നുള്ളത് അറിയണത്. പിന്നെ ഇനി ഞങ്ങൾക്ക് വെക്കേഷനൊക്കെ ആകുമ്പോ ലൈവ് ഇടാൻ. പിന്നെ അന്നൊന്നും ലൈവ് ഇടാത്ത എന്താ വെച്ചാൽ അറിയൂല. പിന്നെ അറിഞ്ഞിട്ടും ഞങ്ങളെ ഫോൺ എന്താ വെച്ചാൽ അത്രയും ക്ലാരിറ്റി നല്ല കുറവുള്ള ഫോണാണ്. അപ്പൊ രാത്രി ആകുമ്പോ അതൊന്നും ഒരു ബ്ലറായിട്ടായിരിക്കും ലൈവില് വരുമ്പോ കാണാം. അതുകൊണ്ടാണ് അന്നൊന്ന് ലൈവ് ഇടാത്തതും. ഇനി മുതൽ ഇവർക്ക് വെക്കേഷൻ സ്കൂളൊക്കെ പരീക്ഷ കഴിഞ്ഞ് എക്സാം ആവാനായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ലൈവ് ഒക്കെ ഇടാന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാരും ലൈവിലൊക്കെ കയറി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന. ഞങ്ങള് പിന്നെ ഈ ചാനൽ തുടങ്ങാൻ കാരണം എന്താ വെച്ചാല് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല. ഇതിന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നല്ലൊരു സപ്പോർട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് വിചാരിച്ച് തുടങ്ങിയതാണ്. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇടുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇപ്പൊ അധികം ഇട്ട് വരുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയണം. ഞങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ എന്താ വെച്ചാൽ എങ്ങനെ ഞങ്ങൾ ഇടേണ്ടത് വെച്ചാൽ കമന്റിൽ പറഞ്ഞാൽ ഞങ്ങളത്
ചെയ്യാൻ പരമാവധി ഒന്നുകൂടെ പറയണ, പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല റീച്ചിൽ കൊണ്ടുവരാൻ നോക്കുക. എന്താ വെച്ചാൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ 4000 വാച്ച് അവർ എത്തിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആയിരിക്കും വാച്ച് അവർ അങ്ങനെ കുറയും. അത് നോക്കി നമ്മൾ നിൽക്കേണ്ടത്. ഞങ്ങളെ വാച്ച് അവർ ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് യൂട്യൂബിലുള്ള ടെക് ചാനൽ ചെയ്യുന്ന ആ ഒരു ഏട്ടന് മെസ്സേജ് അയച്ചു. ഇങ്ങനെ വാച്ച് അവർ എന്താ ഇങ്ങനെ കുറയാൻ കാരണം എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പൊ ആ ഏട്ടനാണ് പറഞ്ഞത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ 4000 വാച്ച് അവർ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വാച്ച് അവർ കുറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ദിവസം വീഡിയോ ഇട്ട് നല്ല വ്യൂസിൽ റീച്ചിൽ കയറാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് അത് മുന്നോട്ട് വാച്ച് അവറും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നോക്കാന്ന് പറഞ്ഞത് ആ ഏട്ടനാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ എത്തിക്കാൻ നോക്കുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും നമുക്ക് 1000 ആയി കിട്ടും, പക്ഷെ വാച്ച് അവർ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് വീഡിയോസ് റീച്ച് പോയിട്ടില്ലെങ്കിലും ലൈവൊക്കെ ഇട്ടിട്ട് ലൈവ് ഇട്ടാൽ നല്ല വാച്ച് അവർ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ലൈവൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, വാച്ച് അവർ 4000 എത്തിക്കുക, ഒരു വർഷത്തിനുള്ളിൽ എത്തിക്കാൻ നോക്കുക. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്യണം. പിന്നെ ഞങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്താലേ ഞങ്ങൾക്ക് ഏത് തരം വീഡിയോസ് ഇടണ്ടെന്നുള്ളതൊക്കെ ഒന്നും അറിയുള്ളൂ. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് കമന്റ് ഒക്കെ നല്ല കമന്റ് വരുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് ഇടാനും ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ്, മോട്ടിവേഷൻ ആണ്. എന്താ വെച്ചാൽ അവര് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ആ കമന്റിലൂടെ മനസ്സിലാക്കാലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫിലാണ് അധികം കമന്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണോ അതിനൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.